ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 44. അപ്പൊ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. റെന, ആര്യൻ, ബിന്നി, ആ ഒരു എങ്ങനെ എസ്കലേറ്റ് ആവും, ഏത് രീതിയിൽ അത് ഫ്ലെയർ ആവും എന്നുള്ളതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ രാവിലെയൊക്കെ ലൈവിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എപ്പിസോഡിൽ ഈ റെന, ആര്യൻ, ബിന്നി കാണിച്ചു. ഇവിടെ ഒന്ന് അനുമോളെ മുക്കി. പക്ഷെ അനുമോളെ മുക്കാൻ പാടില്ല. അനുമോൾ ഈസ് എ കോണ്ടന്റ്. ഞാൻ പറയുന്നത് അനുമോളെ മുക്കാനേ പാടില്ല. അനുമോൾ ഈസ് എ കോണ്ടന്റ്. അനുമോളെ കാണിക്കണം. അനുമോൾ പറയും എന്ത് പറഞ്ഞു എന്നല്ല, കാണിക്കണം. പറഞ്ഞത് കാണിക്കണം. പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഏത് രീതിയിലും വ്യൂവേഴ്സ് ഉണ്ട്, ബട്ട് കാണിക്കണം. അത് കാണിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അനുമോളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ എം റിയലി മിസ്സിങ്. സീരിയസ്ലി എനിക്ക് അനുമോളുടെ ആ ഒരു കോണ്ടന്റ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ടു ബി ഓണസ്റ്റ് പറയാണ്. കാരണം അനുമോളുടെ കോണ്ടന്റ് വേറെ വൈബാ. മനസ്സിലായില്ല, ആ സാധനം മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് തുടക്കം തന്നെ നൂറേനോട് റെന ഫാത്തിമ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, എന്താണ് സംഭവിച്ച ഇന്നലത്തെ കാര്യങ്ങൾ. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് നമുക്ക് രണ്ട് ഭാഗവും നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മാറുകയാണ്. ഒന്നാമത്തെ കാര്യം, റെന ഒരു ചെറിയ കുട്ടിയാണ്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല. ചെറിയ കുട്ടി എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. ബിക്കോസ് ചെറിയ കുട്ടീനെ ബിഗ് ബോസ് കിട്ടില്ലല്ലോ. സോ റെന ഇന്നലെ രാത്രി ഫണ്ണായിട്ടാണ് ചെയ്തതെന്നാണ് റെനയുടെ പക്ഷം. ഓക്കെ, രാത്രി നെവിൻ ചെയ്തപ്പോൾ അത് ഫണ്ണായിട്ട് അവിടെ പോയി കിടന്നു എന്നാണ് റെനയുടെ പക്ഷം. ആൻഡ് ആര്യന്റെ ഭാഗം എന്താ, ഫണ്ണായിട്ട് ചെയ്തു. രണ്ടുപേരും ഫണ്ണായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ പറയാ, റെന ഇന്റൻഷനലി അവിടെ പോയി കടന്നതുമല്ല, ആര്യൻ ഇന്റൻഷനലി അതിന്റെ മുകളിൽ ചാടി കയറിയതുമല്ല. ഇത് ബിഗ് ബോസ് ആയതുകൊണ്ടും ഇവിടെ കണ്ടന്റ് മുഖ്യം ബിഗിലെ ആയതുകൊണ്ടും ഇതൊരു പ്രശ്നമായി. ഇതിപ്പോ പുറത്താണ്. ഓക്കെ, ഇത് ബിഗ് ബോസ് എന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവരെന്നെ പുറത്ത് ഏതെങ്കിലും ഒരു ടൂർ പോയ സമയത്ത് ഒരു എവിടെന്നെങ്കിലും ആണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ പോകും. ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് ഇത് കണ്ടന്റ് ആവണം എന്നുള്ളതാണ്. അത് റെനയ്ക്ക് പുറത്ത് എങ്ങനെ പോകുന്നുള്ള പേടി. ഈ ആര്യൻ നോക്കുമ്പോ റെന ആര്യന്റെ ഫ്രണ്ടാണ്. ഓക്കെ, ആര്യനും റെനയൊക്കെ ഇതേപോലെ എന്താ പറയാ, അവരൊരു സെറ്റായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാറുണ്ട്, ജോക്സ് പറയാറുണ്ട്, ഡബിൾ മീനിങ് പറയാറുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും പറയാറുണ്ട് തോന്നുന്നു. അപ്പൊ ആര്യൻ നോക്കുമ്പോ റെന ഇതൊരു കോണ്ടന്റ് ആക്കുകയാണെന്ന് ആര്യന്റെ പക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആര്യന്റെ ഭാഗം പറയാനും ആളുണ്ട്, റെനയുടെ ഭാഗം പറയാനും ആളുണ്ട്. സോ ആ വീട്ടിനകത്ത് ഇതൊരു കോണ്ടന്റ് ആണ്, ഒരു കോണ്ടന്റ് ലൈനാണ്. ആ ലൈൻ എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഇവരേക്കാ താല്പര്യം ബാക്കിയുള്ളവർക്ക്. മനസ്സിലായി? ഇപ്പൊ റെനയുടെ സൈഡിൽ നോക്കിയാൽ ബിന്നിക്കാണ് ഇത് താല്പര്യം. ബിന്നിക്ക് ഇത് എങ്ങനെ സ്ക്രൂ ചെയ്ത് ഇപ്പത്തെ സൈഡില് എങ്ങനെയൊക്കെ ഗിസൈലിനെ ആര്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അത്രയൊക്കെ എന്ത് ചെയ്യണം, ഗിസൈലിനെ ആര്യനെ പ്രൊട്ടക്ട് ചെയ്യണം. ശരിക്കും വീട്ടുകാർ ഇതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അത് ശ്രദ്ധിച്ചോ? ഇതിലെല്ലാം അതിൽ കുറെ കൺഫ്യൂഷൻസ് ആളുകൾക്ക്. വീട്ടിലെ സ്റ്റാൻഡ് എങ്ങനെ രണ്ടുപേരെ ഭാഗത്തും നിന്നിട്ടാണ് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചാടുന്നുണ്ട്. ഒരു സ്റ്റാൻഡിലും ചാടാതെ ഉറച്ചു നിൽക്കുന്നത് ഒന്ന് ബിന്നി റെനയുടെ ഭാഗത്തും ഒന്ന് ഗിസൈൽ ആര്യന്റെ ഭാഗത്തുമായിട്ടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് റെന കുറച്ചും കൂടി ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതൊരു അപ്പോളജി കിട്ടാനാണ്. ഇപ്പൊ ഒനീലിന്റെ കാര്യത്തിൽ ഒനീൽ കാണിച്ചൊരു മാതൃക ഉണ്ട്. കൃത്യമായി അപ്പോളജൈസ് ചെയ്തു. അതൊരു മെച്യൂരിറ്റിയാണ്, ഒരാളുടെ മെച്യൂരിറ്റി, ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ മെച്യൂരിറ്റിയാണ്. വളരെ കൃത്യമായി അത് അപ്പോളജൈസ് ചെയ്തു. അപ്പം തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തു. ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിക്കണം, പറയണം എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തു. അത് വെൽ ഡീലാണത്. പക്ഷെ ഈ ആര്യനെ ഗിസയിൽ പറഞ്ഞ മാതിരി അതിൽ ജോക്കറാണ്. ജോക്കർ ടൈപ്പ്. അതുകൊണ്ട് എന്താ ആര്യന് അതിങ്ങോട്ട് എന്താ പറയാ, ആ സോറി പറഞ്ഞ് ഒഴിവാക്കാന്നുള്ളതൊന്നും തലയിൽ പോകുന്നില്ല. അതാണ് സംഭവം. ആര്യന്റെ തലയിൽ പോണ എന്താ, റെന കണ്ടന്റ് ആക്കുകയാണോ, എന്നാ കണ്ടന്റ് ആക്കിക്കോ, നമുക്കിത് വലിയ കണ്ടന്റ് ആക്കാം. അങ്ങനെ അത് തുടങ്ങി. ആ തുടങ്ങിയത് പിന്നെ റെന ഫാത്തിമ, എനിക്ക് തോന്നുന്നത് റെന ഫാത്തിമയ്ക്ക് മനസ്സിനകത്ത് ഇത് പുറത്തു പോയ കുടുംബം, വീട്ടുകാര്, ഫാമിലി ഇതുള്ളതുകൊണ്ടാണ് റെന ഭയങ്കരമായിട്ട് കരഞ്ഞു. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര കരച്ചിലായിരുന്നു റെന. അപ്പോഴാണ് വീട്ടുകാരും ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായതും ചുറ്റുപാടും ഇരുന്ന എല്ലാവരും ഇതൊക്കെ ഇട്ട് അതിൽ ഇടപെടാൻ തുടങ്ങിയത് ഓരോരുത്തരായിട്ട്. അപ്പൊ ആ ഒരു കണ്ടന്റിന്റെ ഇടയിൽ അനീഷ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ കൂടി. ഇപ്പൊ ഈ പുറത്തിറങ്ങിയ കുറച്ച് പേര് പറഞ്ഞൊരു കാര്യം എനിക്കറിയാം. അനീഷ് രാവിലെ അലാറം വെച്ച പോലെ നീക്കും, കണ്ടന്റ് അപ്പം മുതൽ കൊടുത്തിട്ട് വൈകിട്ട് 7 മണി വരെ കണ്ടന്റ് കൊടുത്തിട്ട് കിടന്നു. അപ്പൊ അനീഷിന് സാധനം കിട്ടി. അനീഷ് അങ്ങോട്ട് തുടങ്ങി. അനീഷിന് പിന്നെ ആര്യനോട് ഒരു പ്രത്യേക തരം എന്തുണ്ട്, ഒരു ദേഷ്യമുണ്ട്. അപ്പൊ എനിമി ഫ്രണ്ട് എന്നുള്ളടത്ത് എനിമി ആയിട്ട് ആര്യനെ വെച്ചേ. അപ്പൊ അനീഷ് മാക്സിമം അതിൽ ക്യാഷ് ചെയ്യാൻ നോക്കി. മാക്സിമം അവിടെ നിന്ന് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം അനീഷ് എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇത് എല്ലാരും കൂടി സംസാരിച്ച് അവിടെ എന്ത് തീർന്നു? അവിടെ ഒരു സോറി കൃത്യമായിട്ട് ആരും ബിന്നി വിടില്ല. ബിന്നിക്ക് വിടാൻ താല്പര്യമില്ല. ബിന്നിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബിന്നി എന്ന് പറയാൻ അറിയോ, ബിന്നിക്ക് വേറെ ഗെയിം ഇല്ല. ബിന്നിയുടെ ഗെയിം ഇതാണ്. ബിന്നിയുടെ ഗെയിം ഈ തിരിപ്പാണ്. ഇന്നിപ്പോ അക്ബർ പറയുന്നുണ്ടായിരുന്നു ഭിന്നിപ്പിക്കുക, മനസ്സിലാവും? ഭിന്നിപ്പിക്കുക എന്നുള്ള ആ പേര് തന്നെ ഉണ്ട്. അതേപോലെയാണ് ബിന്നിക്ക് ഇത് ഭിന്നിച്ചു പോകണം, എങ്ങനെയെങ്കിലൊക്കെ അടിച്ചു പിരിഞ്ഞിട്ട് 4 ആൾ തമ്മിൽ അടി ഉണ്ടാക്കണം. അതാണ് ബിന്നി. പിന്നെ കുറെ ദിവസമായിട്ട് ഗിസൈലിനും ടീമിനും നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് റെന ആദ്യം ഗിസൈലിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ആദ്യം ഗിസൈലിന്റെ അടുത്താണ് റെന എന്ന് പറയുന്നത്. ഇപ്പൊ ബിന്നിന്റെ ടൂളാണ് ആര്? റെന. ഓക്കെ, ഇന്നലെ ഈ ബിന്നി അവിടെ ഫുള്ള് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ബിന്നി കണ്ടു. ഇന്നലത്തെ ആ വിഷ്വൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലേ ചെയ്തതാണ്. ആ വിഷ്വൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി എടുത്ത് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ നോക്ക്. ഇന്നലെ ലൈവിലും ഞാൻ കണ്ടതാ. റെന വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അവർക്ക്. അപ്പോഴാണ് ബിന്നി ചോദിച്ച് മനസ്സിലാക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ബിന്നി കണ്ടു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി കണ്ടാൽ തന്നെ അവിടെ നടന്ന ഒരു ആക്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ റെന ഫാത്തിമ അൺകംഫർട്ടബിൾ ആവില്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. അത് അൺകംഫർട്ടബിൾ ആവും. കാരണം ഇത് വർഷങ്ങളോളം പരിചയമുള്ള ഫ്രണ്ടൊന്നുമല്ലല്ലോ. ഈ കണ്ട 30 ദിവസം 20 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം അതിന് മുകളിലൊരു സംഗതി വരാം, ആ കുട്ടി പേടിക്കാം. ഓക്കെ, പക്ഷെ അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്ങിനെ മെച്ചുവറായി ഡീൽ ചെയ്യാൻ കൊണ്ട് പറ്റിയില്ല. അവിടെ ആര് ക്യാഷൻ ചെയ്തു? ബിന്നി കളിച്ചു. അവിടെയാണ് ബിന്നി ശരിക്ക് ഈ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഈ പറഞ്ഞ റെനയാണെങ്കിലും ഈ കേസിൽ ഇമ്മച്ചുവർ ആയിട്ടാണ്. കാരണം റെനേനെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബിന്നിനെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതില് നടന്നത്. ആൻഡ് ഇനിയിപ്പോ അത് ലാലേട്ടൻ വരട്ടെ. ലാലേട്ടൻ ഇപ്രാവശ്യം 7ന്റെ പണി എന്നുള്ളത് മാറ്റിയിട്ട് 7ന്റെ എന്താ പറയാ കുൽസിതം ആക്കി വിട്ടിട്ടുണ്ട് ഈ കണ്ടസ്റ്റൻസ്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ക്രിയേറ്റീവ് ഹെഡ്സും ഇതിന്റെ ഡയറക്ടേഴ്സ്, ഇതിന്റെ ബാക്കി സ്റ്റാഫുകളൊക്കെ അവർ ഈ ഷോ ഡിസൈൻ ചെയ്തതെന്നൊക്കെ മാറ്റിയിട്ട് ഇതൊരുമാതിരി നമ്മളിരുന്ന് മറ്റേ കമ്പി പുസ്തകം വായിക്കണ പോലെ, മുത്തുച്ചിപ്പി വായിക്കണ പോലെയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിന്റെ സാധനം ഈ കണ്ടസ്റ്റൻസ് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ഇതിന്റെ ക്രിയേറ്റേഴ്സ് എത്ര ക്രിയേറ്റീവായിട്ടാണ് ഇതിന്റെ ഓരോ ടാസ്ക് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാവാൻ, ഫൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് മോർണിംഗ് ടാസ്ക് ഇട്ട് കൊടുക്കും, പണിപ്പുര ടാസ്ക് കൊടുക്കും. ഇവരൊരു ക്രിയേറ്റീവായിട്ട് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ആ കണ്ടന്റ് ഒക്കെ സൈഡാക്കിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ കുൽസിത കണ്ടന്റ് ഉണ്ടാക്കാം, 7ന്റെ കുൽസിതം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സിന് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടസ്റ്റൻസ് മൊത്തം ഇവർ ലൈൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ബിഗ് ബോസ് സീസണകത്തും ഇത്രത്തോളം ഇങ്ങനത്തെ അലിഗേഷൻസ് വന്നൊരു സീസൺ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയാണോ ടാർണിഷ് ചെയ്യുക ഒരാളുടെ ഇമേജ്? ഇവരൊക്കെ എന്താ ബിഗ് ബോസ് ഷോ കണ്ടിട്ടല്ലേ ഇവരാരും വരുന്നത്? ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നാണം, മാന, അഭിമാനം, സർവത്ര സാധനങ്ങളും നമ്മളെ കയ്യിലല്ല. മനസ്സിലായോ? നമ്മൾ പെട്ടിയിൽ ലോക്കറിലാക്കിയിട്ട് പോവാണ്. അത് സേഫ് ആണോ അല്ലെന്ന് പോലും അറിയില്ല. പ്രൈവസി ഇല്ല, ഒരു കോപ്പും ഇല്ല. ഒരു പബ്ലിക് ഓഡിറ്റ് നടക്കുന്ന ഇത്രയും ക്യാമറ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തിന് അടുത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു, കണ്ടന്റ് എങ്ങനെ പുറത്തു പോകണം എന്നുള്ളതൊക്കെ നമുക്ക് ബാക്കി സീസണുകളിൽ കണ്ടറിഞ്ഞിട്ടല്ലേ ഈ കയറുന്നത്. എന്നിട്ടും ഇതിനകത്ത് വീണ്ടും പോയിരുന്നിട്ട് ഇതിനെക്കുറിച്ച് ബോധർ ചെയ്തിട്ടും അല്ലെങ്കിൽ അത്രയും സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വരണം. അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജിഷിന് ആ ഒരു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, എക്സ്ട്രീം റൈറ്റ് സൈഡ് കിട്ടിയത് കൊണ്ട് ജിഷൻ അവിടെ കാറ്റ് ലേശം കുറവാണ് തോന്നുന്നത്. അപ്പോൾ ഒനിയിൽ കുറേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ സാധനം അങ്ങനെ കുറച്ച് ഒട്ടിച്ച് കയറ്റി ജിഷൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ജിഷിന് ക്യാപ്റ്റൻസി കിട്ടിയത് അട്ടർ ഫ്ലോപ്പ് പരിപാടി തോന്നുന്നു. ജിഷൻ തന്നെ എന്താ അവിടെ പോയിട്ട് പണിയാക്കിയിട്ടുണ്ട്. വെജ് നോൺ വെജ് എന്ന് പറഞ്ഞിട്ടുള്ള അടിയും പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടെ നെവിൻ്റെ ഫുഡിൻ്റെ പരിപാടി. നെവിന് കുറച്ച് ദിവസമായിട്ട് എന്തില്ല, കണ്ടന്റ് ഇല്ല. അപ്പൊ നെവിൻ ആസ് യൂഷ്വൽ ആ ഭക്ഷണം എടുത്ത് കൊടുന്ന് വെച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങി. എന്തും ചെയ്യാം, കട്ടല്ല, എന്തും ചെയ്യാം, എനിക്കിവിടെ എന്തും ചെയ്യാം എന്നുള്ള പോലെ. ഈ മറ്റേ കുട്ടനമ്പുര ഉണ്ടല്ലോ, ഈ മന എന്റെ സ്വന്തമാണ്, ഇവിടെ ഞാൻ എന്തും ചെയ്ത് പറഞ്ഞ പോലെ. അങ്ങനെയാണ് നെവിന്റെ അവസ്ഥ. അപ്പൊ നെവിന് അങ്ങനെ ഷാനവാസിന് പൊട്ടിയ സമയത്ത് ഈ ഫുഡ്, അത് എനിക്ക് കുറെ പേര് റീൽ അയച്ചു തന്നിട്ടുണ്ട്. ഷാനവാസ് അല്ല ഈ ഫുഡ് വലിച്ചത്, നെവിൻ തന്നെ തട്ടിയത്. പക്ഷെ ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഷാനവാസിന്റെ കൈ തന്നെയാണ് അതിന്റെ ബൗളിന്റെ ഉള്ളിൽ വന്നിട്ട് അത്
എടുത്ത് വലിച്ചു പറഞ്ഞിട്ടുള്ളത്. ലൈവിൽ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ, അതെ അത് എന്താണെങ്കിലും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ലൈവിൽ ഈ ഒരു ആംഗിൾ കിട്ടിയിരുന്നില്ല. നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടുന്നത് ഇവിടുന്നാണ്, എപ്പിസോഡിൽ നിന്നാണ് കിട്ടുന്നത്. സോ അത് ഷാനവാസ് തന്നെയാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടി എറിഞ്ഞു പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി പ്രോപ്പർട്ടി എടുത്ത് കളിച്ചിട്ടാണ് ഗിസേലിന്റെ കൈമ 10 സ്റ്റിച്ച് ഉള്ളത്. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഈ എറിഞ്ഞ സാധനം അവിടെ ഇവിടെ ഇപ്പോൾ അപ്പുറത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ആ ഗ്ലാസ് പൊട്ടിയോണ്ട് വലിയ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഇത് ഡേഞ്ചർ പരിപാടിയാണ്. അത് വീക്കെൻഡിൽ ലാലേട്ടൻ അടുത്തത്. ലാലേട്ടൻ്റെ തകർത്ത് പണി കേട്ടോ. ഒരു കപ്പ് ലാലേട്ടൻ ഒരു കപ്പ് പദ്ധതിയിലേക്ക് ഇതൊക്കെ പോവാണ്ട്, ഈ സാധനങ്ങളൊക്കെ പോവാണ്. ഞാൻ അവിടെ മുതൽ തുടങ്ങുകയാണ്. പിന്നെ അടുത്തത് റെന ഫാത്തിമ ആര്യൻ സ്കീം ഒന്നാട് സൈഡായി. ബിക്കോസ് ആ വീട്ടിൽ അടുത്തൊരു ബോംബ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ബോംബിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഈ നെവിൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ആണോ എന്നുള്ളൊരു സംശയത്തിന്റെ മുകളിലാണ് എല്ലാവരും ആ വീട്ടിനകത്തുള്ളത്. ഓക്കെ, പക്ഷെ നെവിൻ എവിടെയും കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ പുറത്തുനിന്ന് നെവിൻ കയറുന്ന സമയത്ത് പല ചാനലും പ്രഡിക്ഷൻ വന്നപ്പോൾ കമ്മ്യൂണിറ്റി നോമിനേഷൻ ആണ് നെവിൻ എന്ന് പറഞ്ഞപ്പോൾ നെവിൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നെവിൻ. മനസ്സിലായോ? പിന്നെ ഇപ്പോൾ ജാൻമണിയുടെ ഒക്കെ ഇന്റർവ്യൂ നെവിനെ കുറിച്ചിട്ട് നെവിൻ ഈസ് എ ഗേ എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷെ നെവിൻ എവിടെയും പറഞ്ഞിട്ടില്ല, നെവിൻ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല, നെവിന് പറയാൻ താല്പര്യമില്ല. ചിലർ അങ്ങനെയാണ്, അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം കാണില്ല. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ആ ഒരു സാധനം ഷാനവാസിന് ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല. ഇത് നെവിനോടുള്ളൊരു ഈ ഒരു ഇതിൻ്റെ മുകളിലുള്ളൊരു ദേഷ്യം, ആ ദേഷ്യം മാറിയിട്ടില്ല നെവിനോട്. അത് മനസ്സിൽ വെച്ചിട്ട് നേരെ ചെന്നിട്ട് ആരോട്, ആദിലേനോട് സോഫയിൽ ഇരുന്നിട്ട് ഇവൻ തൊട്ടതിനെ കുറിച്ച് പറയാണ്. നെവിന്റെ ഇതില് ഈന്ന് കേട്ടില്ല, ഈയപ്പം ഇന്ന് ഇത് കണ്ടില്ലേ ഈ സാധനത്തിനകത്ത് പറയുന്നത്? അവിടെ ആദിലേനോട് പോയി പറഞ്ഞില്ലേ, ഇതാ കൂണി കാണാൻ വേണ്ടി ഞാൻ പ്ലേ ചെയ്തര വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ. ഓഹോ, അപ്പൊ ഈ ഉണ്ടായിരുന്നല്ലോ എപ്പിസോഡ് കാണുമ്പോ. വന്ന അന്ന് മുതൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ അവന്റെ അടുത്ത് ഈ മോശം ബിഹേവിയർ. പല പ്രാവശ്യം ഒരു പ്രാവശ്യം കൈനെ അടിച്ചിട്ടുണ്ട് ഞാൻ. വൃത്തികേട് കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അവനോട് എന്റെ ബെഡിൽ നിന്ന് മാറി കമറുന്നത്. അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അവൻ ചെയ്തു. ഇത്ര വൃത്തികേട് കാണിക്കാൻ വേണ്ടി മാത്രം എന്താണുള്ളത് എനിക്ക് അറിയണമല്ലോ. അല്ലെങ്കിൽ അഭിലാഷിനോടും ചെയ്തു, എന്നോട് കാണിക്കാൻ വന്നപ്പോ ഞാൻ തട്ടി. അപ്പൊ അതിലെ പറഞ്ഞത് കേട്ടോ, ഇത് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്തു എന്ന് തന്നെ പറയണം കേട്ടോ ഇക്കാലം. ഒന്നാമത് ആദിലയ്ക്കും നോറയ്ക്കും അവർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർക്ക് നെവിനെ കുറിച്ച് ചിലപ്പോൾ കൂടുതൽ അറിയുമായിരിക്കണം. മനസ്സിലായോ? പുറത്തുനിന്നുള്ള അവരുടെ കമ്മ്യൂണിറ്റി ബേസിസിൽ എന്തെങ്കിലും അറിവുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി എനിക്ക് തോന്നുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾസിന് ഒരു ഷെയ്ഡ് ഉള്ളവരെ എനിക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്കൊന്നും പോകണ്ട, കാരണം നെവിൻ എന്ത് ചെയ്തിട്ടില്ല, നെവിൻ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് പോകണില്ല. ഞാനത് പറയുന്നില്ല, കാരണം നെവിൻ അത് പറയാത്തടത്തോളം കാലം, നെവിൻ അവിടെ അങ്ങനെ ആ രീതിയിൽ വന്ന് നിൽക്കാത്തടത്തോളം കാലം നെവിൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ നെവിനെ ഒരു രീതിയിലും പോർട്രേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം നെവിൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ എയറിൽ പുറത്തുനിന്ന് നിൽക്കുന്ന ഹിയർ സൈസ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, അത് നെവിനുമായിട്ട് ബന്ധപ്പെട്ട ആൾ, ഇപ്പോൾ ജാൻമണി എന്നൊക്കെ പറഞ്ഞാൽ നെവിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അതിനിപ്പോൾ നെവിൻ വന്ന് ക്ലിയർ ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഇവിടുന്ന് ഷാനവാസിന് ദേഷ്യം പൊട്ടിയിട്ടാണ് ഷാനവാസ് ആദിലേനോട് പോയിട്ട് ഈ സാധനം പറയുന്നതും അവിടുന്ന് ആദില ഈ സംഗതി പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഷാനവാസിനൊരു ഗെയിം ഉണ്ട്. അതാണ് അഭിലാഷ് ഇന്ന് നോമിനേഷൻ്റെ സമയത്ത് പറഞ്ഞത്. നെവിൻ പുറത്തു പോയപ്പോൾ ഇയാൾ കൃത്യമായിട്ട് ഈ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ടന്റ് പോയി, എന്റെ കണ്ടന്റ് പോയി എന്ന് പറഞ്ഞു. അന്ന് കണ്ടന്റ് തന്നെയാണ് എന്റെ ഓർമ്മ. എന്റെ കണ്ടന്റ് പോയി എന്ന് ബാത്റൂമിന്റെ അവിടെ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? നെവിൻ പുറത്തു പോയപ്പോൾ എല്ലാവരും സങ്കടത്തിലിരിക്കുമ്പോൾ ഇയാൾ മാത്രം കണ്ടന്റ് പോയി എന്ന് പറഞ്ഞു. ഇത് ഷാനവാസിന്റെ ചീപ്പ് ഗെയിമാണ്. ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞാൽ സദാചാര മറ്റേ സാധനം ഉണ്ടല്ലോ, ഒരു അമ്മാവൻ സാധനം. ഇത് ഷാനവാസിന്റെ അതാണ് പ്രോപ്പർ. അത് നമ്മള് ഇത് ഷാനവാസ് ഹൗസിനകത്ത് കയറി ഒരു 2 ദിവസം ഈ സാധനം അടിച്ചിട്ടുണ്ട്. പിന്നെയും പല സാഹചര്യങ്ങളിലും ഇത് അടിച്ചിട്ടുണ്ട്. ആ സാധനം അടിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് താഴെയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ആ സാധനം എന്ത് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഇത് വന്ന സമയത്ത്, ഈ ഒരു ഫൈറ്റ് വന്ന സമയത്ത് എന്തായി, നൈസായിട്ട് ഈ സാധനം കയറ്റി അടിച്ച്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, നെവിൻ ദേഷ്യപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടോ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ. ഞാൻ ഇത്രയും ഈ സീസണിൽ ഇതുവരെ ഒരാൾ പോലും അങ്ങനത്തെ ഒരു അഗ്രഷൻ എനിക്ക് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നെവിൻ അവിടെ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ തന്നെ പ്രൊവോക്ക് ചെയ്യാൻ തല്ലാൻ സാധ്യതയുള്ള ഏത് വ്യക്തി നെവിനാണ്. നെവിൻ ചിലപ്പോൾ അടിച്ചിട്ട് പോകേണ്ട ഒരാളെ. നെവിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആവുന്നുണ്ട്. പ്രൊവോക്ക് ആയപ്പോഴത്തേക്ക് ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് നെവിൻ്റെ. അപ്പം അതങ്ങനെ നോമിനേഷൻ്റെ ടൈമിലേക്ക് ആ സാധനം എന്തെത്തി, അടിയായി. ഷാനവാസ് വന്നിട്ട് ഈ കാര്യം പറയുന്നു. അതിന് മുന്നേ
ഷാനവാസിന് മുമ്പേ ആദില വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ആദില പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയെ ചിന്തിപ്പിക്കേണ്ട ഈ പറഞ്ഞ അവരുടെ ലെസ്ബിയൻ തോട്ട്സ് എല്ലാം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രസീവ് തോട്ട്സ് നോർമലൈസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ റെപ്രസെന്റ് ചെയ്ത് വന്നത്. അവരുടെ കൺസേണേ അല്ല എന്ത്, അവർക്കൊരു വെല്ലുവിളിയാവുന്നൊക്കെ അവരുടെ കൺസേൺ അല്ല, അവർക്ക് വെല്ലുവിളി ആവുമായിരുന്നു. ഇവൻ ഇപ്പം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വന്നു, റിവീൽ ചെയ്തു, അവന്റെ സ്വത്വബോധം അവൻ റിവീൽ ചെയ്തതിന് ശേഷം അവൻ അവിടെ അങ്ങനെ അല്ലാന്ന് ലൈക്ക് ഇങ്ങനെ കാണിച്ചു കൂട്ടി ജീവിക്കാന്നുണ്ടെങ്കിൽ ഒരിക്കത് പറയാം. അയാളത് ഒന്നും പറഞ്ഞിട്ടില്ല, അയാൾക്ക് താല്പര്യമില്ല, താല്പര്യമില്ല, അയാൾ പറഞ്ഞിട്ടില്ല. പറയാതിരിക്കുന്ന അയാളുടെ താല്പര്യം, അയാളുടെ ഇഷ്ടം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം, അതേ ഫ്രീഡം തന്നെയാണ് ആർക്കുള്ളത്, നെവിനുള്ളത്. നെവിനത് പറയേണ്ട കാര്യമില്ല, നെവിനത് പറഞ്ഞില്ല. പിന്നെ ഷാനവാസിന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ബാഡായിട്ടുള്ളൊരു സംഗതി ഉണ്ട്. ഇപ്പം പ്രവീണിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു കാര്യം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പിന്നെ അനുമോളൊപ്പം മാക്സിമം നിന്ന് വലിച്ചൂറ്റി എടുത്തിട്ട് അനുമോളെ കണ്ടൻറ്റും കൊണ്ട് പോകാന്നുള്ള ഐഡിയ ആയിട്ട് വന്നതാണ്. പക്ഷേ പാവം പാളിപ്പോകുന്നു തോന്നുന്നുണ്ട്. പോയി ചാടിക്കുന്ന പെരുമ്പാമ്പിൻ്റെ മടയിലാണ് നെവിൻ്റെ അടുത്തേക്ക് അവിടെ സൈഡിലൊരു ക്ലിപ്പ് വയ്ക്കാം. ഓക്കെ, രണ്ടും കൂടി അവിടെ കിടക്കുന്നുണ്ട്. എന്താവോ എന്തോ, കണ്ണറിയണം കോശി എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതങ്ങനെ, കാരണം ഇതിന് രണ്ടാക്കും ഒരു സ്റ്റോറി ലൈൻ പുറത്ത് എയറിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ആ സ്റ്റോറി ലൈൻ ഇനി വരും ദിവസങ്ങളിൽ വികസിക്കോ ഇല്ലേ, അത് ഏത് യൂണിവേഴ്സ് ക്രിയേറ്റ് ആവും എന്നുള്ളതൊക്കെ ബിഗ് ബോസും അല്ലെങ്കിൽ പുറത്തുള്ള ബാക്കിയുള്ള ആളുകളും വിചാരിക്കണം. ഇന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിന് എന്തെങ്കിലും രീതിയിൽ ആ സംഗതി ഒന്ന് വളർന്ന് വലുതായി പന്തലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചെറിയൊരു ഇലുമിനാണ്ടി ആണോ എന്ന് എനിക്ക് അതായത് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു ക്ലിപ്പ് കണ്ട സമയത്ത് 1-2 റെഡിറ്റിലാണ് ഇതിൻ്റെ ചർച്ചകളൊക്കെ കൂടുതലായിട്ട് നടക്കുക. ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ഘോരഘോരമായ ചർച്ച നടക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പേഴ്സണലി അറിയുന്നവരോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സ്റ്റോറി ലൈഫൊക്കെ അറിയുന്നവർ പലരും കാണുമായിരിക്കും ഇവിടെ. ഇപ്പം നമ്മളൊക്കെ കയറിയിടാനും കാണുമല്ലോ. പല ഡിസ്കഷൻസ് അവിടെ നടക്കുന്നുണ്ട്, പല സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. പക്ഷെ അന്നും ഞാൻ ഇതൊരിക്കലും എടുത്തു കൊണ്ടു വെച്ചിട്ട് ഒന്നും പറയാതെ ഇടയിൽ ഒരു സ്റ്റോറി ലൈൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ തന്നെ കാരണം, സംവെയർ ഐ ഫീൽ ലൈക്ക് ഇതിൽ ഒരാൾ ഗെയിം കളിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് പ്രവീൺ അത് ഗെയിം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് തോന്നുന്നു. പ്രവീൺ അത് കൃത്യമായിട്ട് ആരോട് പിച്ച് ചെയ്തിട്ടുണ്ട്, ആദിലിനോട് പിച്ച് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ആദിലേക്ക് ഈ സാധനം ഷാനവാസും കൂടി പറഞ്ഞപ്പോൾ എന്തായി, ആദിലേക്ക് ആ സാധനം പൊട്ടി. ആദിൽ അത് വന്നിട്ട് എന്ത് ചെയ്തു, നേരെ വന്ന് ഇവിടെ അടിച്ചു. ആദിലേക്കും നോറയ്ക്കും ഓൾറെഡി എന്തുണ്ട്, നെവിനോട് അന്നത്തെ സംഗതി ഉണ്ട്. ഓക്കെ, നെവിനും ഉണ്ട്. നെവിൻ ഇന്ന് വേദലക്ഷ്മിനോടൊറ്റ അവിടെ കടന്നിരുന്ന് പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരെയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഈ രണ്ടുപേരും 2 കണ്ടസ്റ്റന്റ് ആയാലും ഇവരെന്ത് ചെയ്യണം, ഓരോരുത്തരെയും 2 പേരെയും ഒപ്പം കൊടുന്ന് നോമിനേഷനിൽ എന്തിൽ കൊടുന്നിടണം, വോട്ടിങ് കൊടുന്നിടണം, എന്നിട്ട് അവരുടെ ഏതെങ്കിലും ഒരാളെ പുറത്താക്കണം എന്നുള്ള സ്കീമൊക്കെ ഇന്ന് നെവിൻ. അപ്പം ഇത് നെവിൻ്റെയും ഇവരുടെ ഇടയിലും എന്തുണ്ട്, ഒരു ഫ്രിക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അതിലെന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് അവിടെ വന്നിട്ട് ഷാനവാസ് പിന്നെ ഇക്കയാണ് അവരുടെ ഏട്ടറാണ്. ഷാനവാസ് അത് പറഞ്ഞതോട് കൂടിയിട്ട് അവർ വന്ന് അടിച്ചു, ഷാനവാസും അത് അടിച്ചു. അഭിലാഷ് അവിടെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തത് നല്ല കാര്യം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാനവാസ് ആകെ അതിൽ ഒന്നും ഉത്തരം പറയല്ല, ഷാനവാസിന് ഒന്നും ഉത്തരം ഇല്ലാതെ പോയി. പിന്നെ അവര് പറഞ്ഞതാണ് അന്ന് ഉണ്ടായ സംഭവം ഇപ്പൊ എന്ത് പറഞ്ഞു പറഞ്ഞിട്ടാണ് എല്ലാരും എന്നെ എതിർത്ത് പറഞ്ഞത്. അതെ, അപ്പൊ അത് അങ്ങനെ ആ സാധനം പോയി. അതിൻ്റെ ഇടയിൽ നെവിന് ഭയങ്കര സങ്കടമായത്. ഈ വേദലക്ഷ്മി ഇന്ന് എന്താണ് ഭയങ്കര സൈലന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും ഒന്നും കണ്ടിട്ടില്ല. കാരണം അമ്മാതിരി അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആവണല്ലോ. എവിടേക്കോ ഗിസൈലിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ നോക്കുന്നുണ്ടോ എന്നെനിക്കൊരു തോന്നുന്നു എന്ന് ലൈവ് കണ്ടപ്പോൾ തോന്നി. പറയാൻ പറ്റില്ല, അടുത്തൊരു സ്റ്റോറി ലൈൻ ഞാൻ പറഞ്ഞു വെക്കുകയാണ്, ഇനി അഥവാ നടന്നാലും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വേദലക്ഷ്മി പോയില്ലെങ്കിൽ ഇനി ഗിസൈലുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വന്നാലും വരും, ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ വേദലക്ഷ്മി പോയിട്ട് നെവിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ഇന്ന് അവർ പറഞ്ഞത് കുറച്ച് എന്താണ്, പക്ഷെ ഇവരത് ചെയ്തിട്ട് തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആര് ചീപ്പ് ഗെയിമാണ്, ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ട്. എന്നാലും നെവിൻ അത് ഇപ്പൊ ഞാൻ പറയാം, നെവിന്റെ കരച്ചിലൊരു ഡ്രാമയായിട്ടാണ് ജിഷിനൊക്കെ പറയുന്നത്. ജിഷിനൊക്കെ അങ്ങനെ തന്നെ പറയുന്നത് ഡ്രാമയാണ്. എന്താ പറയാ, ഒരു കാര്യം പറയട്ടെ, നെവിന് ആ സങ്കടം വരാൻ കാരണം എന്താ, ആ കരച്ചിൽ വരാൻ കാരണം എന്താ? അല്ല,
നെവിൻ ഇത് റിവീൽ ചെയ്തിട്ടില്ല. റിവീൽ ചെയ്യാതെ അയാളെ വേറൊരു രീതിക്ക് പോർട്രേറ്റ് ആവുമ്പോൾ, പോർട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരല്ലേ ഇപ്പം അവിടെ പെണ്ണുങ്ങൾക്കെതിരെ തൊട്ടു പിടിച്ചു എന്നുള്ള അലിഗേഷൻ ആണുങ്ങൾക്കെതിരെ ഇട്ട് കൊടുക്കുന്നില്ലേ? ഇല്ലേ? ഇതും കുറവുള്ള അലിഗേഷൻ ഒന്നും അല്ലല്ലോ. ഭയങ്കര സെൻസിറ്റീവാണ്. മനസ്സിലായോ? ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നെവിൻ ഇത് റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നെവിനും തോന്നില്ലേ? നെവിൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്, എനിക്ക് വീട്ടിലെ ആൾക്കാരുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്. അപ്പൊ അതൊരു കള്ളക്കരച്ചിൽ എലമെന്റിലേക്ക് ജിഷിൻ കൊണ്ടുപോയത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫ്രണ്ട്ഷിപ്പിന്റെ സാധനവും അടിക്കാം, ഇല്ലാന്നും പറയാൻ പറ്റില്ല. അതെ, ഷാനവാസിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ആ രീതിയിലേക്കും വേണമെങ്കിൽ ഈ സാധനം കൊണ്ടുപോകാം. എന്താണെങ്കിലും ഇതിന്റെ ബിൽഡപ്പ് ഇന്ന് മൊത്തത്തിൽ ഇനിയിപ്പോ നമുക്ക് ലൈവിലും രാത്രി ബാക്കി പരിപാടികളിലൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം നോമിനേഷൻ പറഞ്ഞതും പിന്നെ കിച്ചൺ ഏരിയയിൽ നടന്ന അതൊരു ചെറിയ അടിയാണ് മറ്റേ ഫുഡിന്റെ കാര്യത്തിൽ. റന ഫാത്തിമ കണ്ടന്റ് പിടിക്കുന്നുണ്ട്. കണ്ടന്റ് പിടിക്കാൻ ആര്യനായിട്ട് ഇത്രയും അടി പ്രശ്നം ഉണ്ടായാലും അല്ല, വൻ ട്രോമയിലൊന്നും അല്ല ആര്, ഒന്നും അല്ല റന. കാരണം റന അപ്പുറത്ത് പോയിട്ട് കിച്ചണിന് കൃത്യമായി ജിഷിനോട് ഒരു കണ്ടന്റ് പിടിച്ചു, ചപ്പാത്തി കണ്ടന്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ആവശ്യമില്ലാത്ത കണ്ടന്റ്. കാരണം ആ വീട്ടിൽ അന്ന് മുതൽ ഇന്ന് വരെ ചപ്പാത്തി സാധനങ്ങൾ ചോറുന്നുണ്ട്. പക്ഷെ അതൊരു അനാവശ്യ കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നാൻ കാരണം അത് റെന ടേക്കപ്പ് ചെയ്ത രീതി കൊണ്ടാണ്. പക്ഷെ അത് റെലവന്റ് കണ്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അത് എടുക്കുന്ന ഒരാൾ അത് ഏത് ക്വാളിറ്റിയിൽ എടുക്കണമെന്നുള്ള സംഗതി ഉണ്ട്. ശരിക്കും റെലവന്റ് ആണ്. കാരണം ചിക്കൻ കറി ഉണ്ടാക്കും, ചിക്കനോ മറ്റോ കറി ഉണ്ടാക്കി, വെജ് കറി ഉണ്ടാക്കി, ചോറ് കൂട്ടി തിന്നാം. തിന്നോണ്ട് കുഴപ്പമില്ല. ഇയാൾ ക്യാപ്റ്റനുമാണ് ജിഷിൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവിടെ പൊടി തട്ടി വലിച്ച് കളയാനോ അല്ലെങ്കിൽ അതിന് ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കാനോ ഒന്നും പറയേണ്ട കാര്യമൊന്നും ജിഷിനില്ല. ചോറ് അതിൻ്റെ ഒപ്പം തിന്നാം. ഒരു എക്സ്ട്രാ വെജ് കറി ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പറഞ്ഞ പോയിന്റ് ഒക്കെ കറക്റ്റാ, പിടിച്ച സാധനവും ശരിയാ. പക്ഷെ അത് വെക്കുന്ന രീതി എഗെയിൻ റെനയ്ക്ക് ബാക്ക് ഫയർ ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അവിടെയും ബിന്നി കളിക്കുന്നുണ്ട്, ചോറ് വാരി കൊടുക്കുന്നു. ഈ ബിന്നിന്റെ സീൻ എന്താ അറിയോ, ആര്യൻ ഗിസയിൽ ആര്യനെയോ ആര്യ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്താ അത് ബിന്നിക്ക് പ്രശ്നമാണ്. ബിന്നി ഭയങ്കര സീൻ ഉണ്ടാക്കും, ഭയങ്കര സീൻ ഉണ്ടാക്കും. ഫേവറേറ്റീസ് എന്ന് പറയും. റെനേന്റെ അടുത്ത് ബിന്നി കാണിക്കുന്ന ഫേവറേറ്റീസ് ആണല്ലേ. എഗെയിൻ അതൊരു ഫേവറേറ്റീസ് ആണല്ലോ, അതൊരു ഫേവറേറ്റീസ് ആണെന്നുള്ളത് ആരും സമ്മതിക്കില്ല, ബിന്നി ചത്താലും സമ്മതിക്കില്ല. അത് കഴിഞ്ഞിട്ട് റെന്നെയാണ് വെറുതെ ആവശ്യം എന്നറിയില്ല. ആരും പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് നോമിനേഷൻ നിന്റെ പേര് പറഞ്ഞത് പറഞ്ഞിട്ട് ആ റീസൺ പറഞ്ഞിട്ട് അത് അതോടെ കഴിഞ്ഞ സാധനം പിന്നെ അത് റെന പിന്നെ അൺവാണ്ടഡ് ആയിട്ട് വലിച്ചിട്ടാ. കാരണം ഇതിൽ ആലേന്റെ എപ്പിസോഡ് സോറി പറഞ്ഞു തീർന്ന ഒരു കാര്യം. പിന്നെ അത് ഇനിയിപ്പോ പറയണം, ഏത് നോമിനേഷനിൽ പറയണമെങ്കിൽ പറയാം. പക്ഷെ അത് ആ രീതിയിൽ നോമിനേഷനിൽ ഇരുന്ന് പറയേണ്ട കാര്യമായിരിക്കില്ല. അത് പറയാം, ജസ്റ്റ് പേര് പറഞ്ഞിട്ട് പോവാം. എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായി, സോ സോറി പറഞ്ഞതാണ്. എന്നാലും ആ ആക്ട് ചെയ്തതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്തു, ഇത്ര മാത്രം പറഞ്ഞു പോയത്. പക്ഷെ ബിന്നിയും റെനിയും വീണ്ടും അത് എന്ത് ചെയ്ത് ആ സാധനം എടുത്ത് അടിച്ചത് ആര്യനെ ട്രിഗർ ചെയ്തു. ലക്ഷ്മിക്ക് കൊട്ടുകൊടുത്തു. ലക്ഷ്മി വെറുതെ ചോദിച്ചു മേടിച്ചതാണ്. അപ്പൊ മസ്താനിന്റെ കേസിൽ നിനക്ക് അതില്ലായിരുന്നു. അപ്പൊ പറഞ്ഞുകൂടായിരുന്നു. ഷാനവാസ് മാത്രം അപ്പൊ പറഞ്ഞു. ജിഷിന് ആ സാധനം കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ലൈവിലുണ്ടായൊരു സാധനമാണ്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഈ അതിന്ന് കേട്ടോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. അവന്റെ തെറ്റ് മാത്രമേ കണ്ടെടുക്കുന്ന എന്തിനാ? തെറ്റ് അവളെടുത്തുണ്ട്. രണ്ട് തെറ്റാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവനെന്താ വേറെ എന്തെങ്കിലും മനസ്സിൽ ദുരുദ്ദേശം വെച്ച് കണ്ടാണ് അവളുടെ മേലെ കയറിയത്? അങ്ങനെ ഒരു അഭിപ്രായം നിനക്കുണ്ടോ? ഉണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അങ്ങനൊന്നും പറയരുത്, കാരണം പുറത്തേക്ക് പോകുന്നത് ഇവിടെ പോലെ തന്നെ ആ ചെറുക്കനൊരു ലൈഫുണ്ട്. ഈ കുട്ടി ഈ പെൺകുട്ടിയെ പോലെ തന്നെ ആ പയ്യനൊരു ലൈഫുണ്ട് പുറത്ത്. ഇല്ല കിടന്നത് ഞാൻ സോറി പറഞ്ഞു. ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയത് ഞാൻ പറഞ്ഞപ്പോ ഓന് സോറി പറഞ്ഞു. അല്ലാതെ ഞാൻ ഇവൻ എന്നെ ആ രീതിക്ക് കണ്ടോണ്ടാണ് ഇതിൽ ഇൻവോൾവ് ആയ പെൺകുച്ചിന് ഒരു കുഴപ്പമില്ല. അവളുടെ ഇന്റൻഷൻസ് എന്താണെന്ന് നമുക്കും അറിയാം, അവനും അറിയാം. ഇതിന്റെ ഇടയിൽ നീ എന്തിനു കുതിരിപ്പുണ്ടാക്കുന്നത്? നിനക്കെന്താ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരാളെ പറ്റിയിട്ട് അപവാദം പറഞ്ഞു. ഞാൻ അവൻ എന്നെ ആ രീതിക്ക് വന്നതാന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അനിമോളെ കണ്ടന്റ് വരണം, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അനിമോളുടെ ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നല്ല ബാക്കിയുള്ള അനിമോളുടെ ടീംസിന് പണിയെടുക്കണ്ടേ. ഇതിപ്പോ അനിമോളുടെ ടീംസിന് പണിയെടുക്കാനുള്ള ഗ്യാപ്പ് ഒരു കൊടുക്കണില്ല.
മനസ്സിലായോ? പണികൾ ഗ്യാപ്പ് കൊടുക്കണ്ടേ? സംഗതി ഷാനവാസും ആതിരയും കൂടി നല്ല കൊടുക്കലാണ് ആർക്ക് കൊടുത്തത്, അനുമോക്ക് കൊടുത്തത്. കാരണം അനുമോക്ക് ഓൾറെഡി ഈ പറഞ്ഞ ആര്യനോട് ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ അനുമോള് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ എന്തെന്ന് ചോദിച്ച് വന്നപ്പോഴേ ഉറപ്പാണ് ഇത് ഈ ലൂപ്പിൽ പോയി ആര് പെടും. ഇത് സത്യത്തിൽ ബിന്നിന്റെ തിരുപ്പിൽ ഈ പറഞ്ഞ അനുമോള് പോയി പെടുന്നതാണ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഭൂലോകം മണ്ടിയാണ് തോന്നുന്നുണ്ട്, ചില സമയത്ത് തോന്നുന്നു ഭൂലോക മൊട്ടത്തി തോന്നുന്നുണ്ട്. എങ്ങനെയും കണ്ടന്റ് ചിന്ത മാത്രമേ മുപ്പത്തിയാർക്ക് ആ കണ്ടന്റ് കൊടുക്കണം, ഇത് പൈസ വാങ്ങിയിരിക്കുന്ന ഷോ അല്ലേ എന്നുള്ള സംഗതി ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞതാ. ബിന്നി പറയും, ബിന്നി ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഓപ്പൺ ആയി ബിന്നി അങ്ങനെ പോവും. ബിന്നി ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യില്ല, ഷൗട്ട് ചെയ്ത് ലൗഡ് പറഞ്ഞ് അത് അങ്ങനെ പറയില്ല. ബിന്നി അത് നൈസ് സ്ക്രൂ ഡ്രൈവറാണ്. പക്ഷെ ഈ അനുമോൾ അങ്ങനെയല്ല. ഇപ്പൊ എന്താ ഉണ്ടായേ, അനുമോൾ അവിടെ ഇരുന്നിട്ട് ആര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് റന ഫാത്തിമ അപ്പുറത്ത് അതേ ഓനെ തൊട്ടിട്ടുമില്ല, ഓനെ അങ്ങനെ കണ്ടിട്ടുമില്ല. ആരപ്പൊ മോയന്തായേ? അനുമോള് മോയന്തായില്ലേ? ഈ അനുമോളെ സീൻ ഇതാണേ. അനുമോൾ പ്രോ കുലയാവാൻ നോക്കും ലാസ്റ്റ് എന്നിട്ട് എന്താവും ഇതേപോലെ തേഞ്ഞു വിട്ടു. പക്ഷെ അതൊരു കണ്ടന്റ് ആണത്, മനസ്സിലായില്ല? അതൊരു നല്ല കണ്ടന്റ് ആണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി സാധനം വന്നില്ല. വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ അനുമോൾ ടീംസിന് പണിയെടുക്കായിരുന്നു. ഇപ്പൊ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി, ലൈവ് ഒന്നും എടുത്ത് പണിയെടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ അത് കുറച്ച് വരണം. ഞാൻ പറയുമ്പോ എന്താ പറയാ, അനുമോളൊക്കെ വരണം, ഗുഡ് ഓർ ബാഡ്. അത് പുറത്തേക്ക് ഫ്രീ ആണ്. അനുമോള് ഫ്രീ ആയോ, സാബുമോൻ എസ്കേപ്പ് ആവും. ഐ ബെറ്റ് യു. അല്ല അതങ്ങനെ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒനീല് സേവായി, പിന്നെ അനീഷ്. എന്താണെങ്കിലും ബിഗ് ബോസ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സീസൺ 7 പണി എന്നുള്ളത് മാറ്റിയിട്ട് 7 ഈ പറഞ്ഞ ഞാൻ പറയുന്നില്ല. കാരണം എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ മേക്കേഴ്സിനോടും ഇപ്പം നമ്മളൊക്കെ കഴിഞ്ഞ് വന്ന ഷോ ആയതുകൊണ്ട് ഇത്രത്തോളം ഈ കണ്ടസ്റ്റൻസ് താഴെ പോകാൻ പാടില്ല. ലാലേട്ടനൊക്കെ പറഞ്ഞ് മടുത്തിട്ടുണ്ട്. ലാലേട്ടനൊന്നും ജീവിതത്തിൽ ഇത്രത്തോളം ഇങ്ങനത്തെ സാധനങ്ങൾ ഡിസ്കസ് ചെയ്ത് റിയൽ ലൈഫിൽ പോലും ആ മനുഷ്യൻ ഇത്രത്തോളം ഈ സാധനങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. എന്തിനാ വിറ്റങ്ങൾ ഈ തമ്മിൽ ഈ എന്താ പറയാ, ഇതിനൊക്കെ പ്രശ്നം എപ്പോഴാണ് മനസ്സിലാവില്ല. പുറത്ത് വന്ന് റിയൽ ലൈഫിൽ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഇതിന്. കാരണം ഇതിന്റെ കട്ട്സ് ഒക്കെ ആവും പുറത്തു അല്ല, ഈ കട്ട്സാ പുറത്തു പോവാ. ഇപ്പൊ ഈ ആര്യൻ റന ഫാത്തിമ ഇഷ്യൂല് ഞാൻ നോക്കുമ്പോ ഇന്ന് ഫുൾ ആ ഫോട്ടോ മാത്രം ചുറ്റണം. ഇത് ചിലപ്പോ ഈ റന ഫാത്തിമേനെ ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ റന ഫാത്തിമേനെ ഫുള്ളായിട്ട് അറിയാത്തവരോ എന്ത് ചെയ്യും, ഇതൊരു സെൻസിൽ റന പോയി പറയും. കാരണം റനയ്ക്ക് എന്തുണ്ട് അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് പോയിരുന്നില്ല. അവിടെയും കളിച്ച ബിന്നിയാന്ന് മനസ്സിലായോ? റന പോയി പറയുമ്പോ ബിന്നി ഇങ്ങനെ പറഞ്ഞാൽ മതി, മോളെ അതിന്റെ പ്രായം കൊണ്ടാണ്, അവൻ ചിലപ്പോ ഫണ്ണായിട്ട് ചെയ്തായിരിക്കാം, നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവനെ കൊണ്ട് ആ രാത്രി പോയി ആര്യനോട് പറഞ്ഞു, ആര്യന് കാര്യം പറഞ്ഞു. ബിന്നിയാണ് അവിടെ കളിച്ചേ. ആ സാധനം അങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര്യനും പ്രശ്നമില്ല, ബിന്നിക്കും പ്രശ്നമില്ല, അത് പോകും. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഷാനവാസ് പറഞ്ഞ ആദില എഗെയിൻസ്റ്റ് നെവിൻ പറഞ്ഞ അത്ര ഗ്രാവിറ്റിയില് വരുന്ന ഒരു സംഗതി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്യും. അത് വേറെ ഒരു സാധനമാണത്. ഇത് ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഈ വീട്ടിലിത് നടന്ന് എക്സസൈസ് ചെയ്ത് ഇതിന് ഇതേ സിമിലർ കൈൻഡ് ഓഫ് സാധനങ്ങൾ കഴിഞ്ഞതാണ്, മനസ്സിലായോ? എന്നിട്ടും ഇവര് പഠിക്കുന്നില്ല. ഡെമോ കുറെ കാണിച്ചു, എന്നിട്ട് കാണിക്കും ചെയ്തു അവിടെ പോയിട്ട്. കൊള്ള എന്താണെങ്കിലും ഒരു വഴിക്ക് ഇതൊക്കെ നടന്നിട്ട് പോട്ടെ. ഇതിനിടയിലൊന്നും മറ്റൊരു കാണാൻ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ സാബുമാനെ എങ്ങനെ എവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവനെ കണ്ടു, വോട്ടിങ്ങിലായപ്പോ കണ്ടു, അപ്പൊ ചിരിച്ചു. അല്ലാതെ അവനെ കാണുന്നില്ല ചെക്കനെ. എവിടുന്ന എങ്ങനെയോട് ചെയ്ത് ഇല്ലേ ഇനി കാണില്ല. ലാസ്റ്റ് ഫൈനലിൽ എത്തിയിട്ട് ലാലേട്ടന്റെ ഒരു കയ്യിൽ അപ്പുറത്ത് നിൽക്കൂ. അത്രയ്ക്കൊന്നും കൊണ്ടുപോവില്ല ആൾക്കാർ, പറയാൻ പറ്റില്ല കേട്ടോ. അല്ല ചിലവര് വിചാരിക്കും അത്രയും വലിയ ദുഷ്ടന്മാരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുക, അതേപോലെ പാവങ്ങളെ ആൾക്കാര് ഒന്നും ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണുസുധീനെ പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനും വെച്ച രേണുസുധി പുറത്തായില്ലല്ലോ. ഞാൻ പറയുന്നത് ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ പുറത്താക്കണല്ലോ.
അല്ലടാ എന്നാലും സെയിം ആണ്. രേണുസുതി പോയപ്പോ സാബു മാം വന്നു, വലിയ മാറ്റൊന്നുമില്ല. നമ്മളെ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ അപ്പൊ വാഴ വിളിക്കും, ഇവനിപ്പോ അതും വിളിക്കുന്നില്ല. അപ്പൊ ഓക്കെ ഗൈസ്.